സോ ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശംഖുമുഖം ബീച്ചിൽ പോയപ്പോൾ പാനിപ്പൂരി കഴിച്ചു കേട്ടോ. ഞാനപ്പോൾ അന്നേരം ആദ്യമായിട്ട് പാനിപ്പൂരി കഴിക്കുന്നത് തന്നെ. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പക്ഷേ ഒരിക്കൽ പണ്ട് എപ്പോഴും കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര പുളിയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ ദിവസമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇച്ച പറഞ്ഞു ആ പാനിപ്പൂരി ഒന്നും അല്ല, പാനിപ്പൂരിക്ക് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ പാനിപ്പൂരി കണ്ടാലും എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ അവിടെ പാനിപ്പൂരി കിട്ടി. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് കേട്ടോ പാനിപ്പൂരി വാല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അവർ നമുക്ക് ഈ വക സെറ്റപ്പുകളെല്ലാം തന്നു കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ലുലുവിലെ പാനിപ്പൂരി എങ്ങനെയാണ്. അവിടെ 7 ബോൾസ് ഉണ്ട് കേട്ടോ. 70 രൂപയായിരുന്നു ഈ സാധനത്തിന്. നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്കണം. രസപ്പോൾ അവിടെ ഇരിക്കും. പക്ഷെ ഞങ്ങൾ ശംഖുമുഖത്തുനിന്ന് കഴിച്ചതിനകത്ത് ഈ ആലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇഷ്ടമല്ലേ? അപ്പൊ യേസുവിന് 2 ബോൾ മാത്രം. ശംഖുമുഖത്ത് നിന്ന് കഴിച്ചാൽ ആ ചേട്ടൻ്റെ അകത്ത് കുറെ മിച്ചർ പോലത്തെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. കിരികിരികിരികിരികിരിയാന്നിരിക്കുന്നത്. പക്ഷെ അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടോ. പക്ഷെ ഇത് മോശമൊന്നുമല്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുമല്ലേ, അത് വേറൊരു ചേട്ടൻ. അപ്പോൾ ലുലുവിൽ പോകുന്നവർ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ ഇച്ചിക്കൊന്നും ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കിയത് ശരിയാവാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇച്ച എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് കാരണം ഇച്ചക്ക് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ തന്നെ എവിടെ നമ്മുടെ ശംഖുമുഖത്തെ കാട്ടി. അപ്പം ഞാൻ ടേസ്റ്റ് പുളിയെല്ലാം കൂടെ നീ ശംഖുമുഖം ചേട്ടൻ